സാറിന്റെ കോഴ്സിന് തൊട്ട് മുമ്പ് ഞാൻ ചേരുന്നതിന് തൊട്ട് മുമ്പ് 2 ദിവസം മുമ്പ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നതായിരുന്നു. അന്ന് ICUലായിരുന്നു. സീഷർ വന്നിട്ട് ഒരാഴ്ച കൂടുതൽ ICUലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ എല്ലാ കാര്യവും റെസ്ട്രിക്ട് ചെയ്തായിരുന്നു. അതായത് ഞാൻ PSC കോച്ചിങ് നോക്കുന്നുണ്ടായിരുന്നു. PSC പഠിക്കാൻ പാടില്ല, ബുക്ക് വായിക്കാൻ പാടില്ല, ബ്രെയിനിന് സ്ട്രെയിൻ കൊടുക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് റെസ്റ്റ് ചെയ്തു. അതോടെ ഞാൻ വീണ്ടും നല്ല ഡിപ്രഷനായി. അപ്പോഴാണ് സാറിന്റെ ക്ലാസ്സിനെ കാണുന്നത്. അപ്പൊ അതെനിക്ക് വളരെ ഒരു എന്താ പറയാ, ജീവിതത്തിൽ വലിയൊരു വാതിൽ തുറന്ന് തരുന്നവരെ ഒരു പോസിറ്റീവായിരുന്നു എനിക്കത്. അത് കിട്ടിയപ്പോഴേ എന്തോ നമുക്ക് നഷ്ടപ്പെട്ട എന്തോ ഒന്ന് കഴിഞ്ഞ് കിട്ടിയതുപോലെ തോന്നിയായിരുന്നു. ഒരുപാട് മെഡിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം എനിക്ക് ഇനിയിപ്പോ പോസിറ്റീവായി ഇരിക്കാനും എങ്ങനെയെങ്കിലും എണീറ്റ് നിന്ന് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കാര്യം നോക്കാൻ പറ്റുന്നത് മെയിൻ കാരണം ഈ ആർട്ടാണ് സത്യം പറഞ്ഞ എനിക്കൊരു എന്താ പറയാ, ഒരു ഹോപ്പ് അല്ലെങ്കിൽ ബാക്ക് ബോൺ എന്ന് പറയാം. അതുള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്രയെങ്കിലും എണീറ്റ് നടക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്താ പറയാ, കിടന്നു പോകേണ്ട ഒരു പേഷ്യൻ്റ് ആണ്. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി ആയ ക്രിയേറ്റിവിറ്റി വെൽനസ് ഹബിന്റെ പാർട്ടായി നിന്നുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ ആ ഒരു യാത്രയെ അടുത്തറിയുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം ലക്ഷ്മി മാം ഉണ്ട്. ആക്ച്വലി കോഴ്സിലോട്ട് വന്നതിന് ശേഷം കോൺഫിഡൻസ് അച്ചീവർ ആൻഡ് മാസ്റ്റർ പീസ് അച്ചീവർ ഈ 2 റിവാർഡും കരസ്ഥമാക്കിയിട്ടാണ് മാം നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പൊ ആദ്യം തന്നെ കൺഗ്രാചുലേഷൻസ്. നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എന്റെ പേര് ലക്ഷ്മി എന്നാണ്, ലക്ഷ്മി VG. എന്റെ സ്ഥലം തിരുവനന്തപുരത്ത് പോത്തൻകോടാണ്. പിന്നെ വീട്ടില് ഹസ്ബൻഡ് 2 കുഞ്ഞുങ്ങളുണ്ട്. ഹൗസ് വൈഫാണ്. ജോലി ഉണ്ടായിരുന്നു, ഇപ്പൊ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എന്തുകൊണ്ട് ചിത്രകല പഠിക്കണം എന്നൊരു ആഗ്രഹം വന്നേ? അത് എന്ന് വെച്ചാൽ അതൊരു സ്റ്റോറിയാണ്. എന്റെ ലൈഫ് സ്റ്റോറി എന്ന് തന്നെ പറയാം. ഞാൻ MCOM വരെ പഠിച്ചായിരുന്നു. അക്കൗണ്ടന്റ് ആയിട്ട്, സീനിയർ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. വലിയ കാര്യമായി എടുത്തില്ല. അതിനുശേഷം എന്താ പറയാ, ഹെൽത്ത് ഇഷ്യൂസ് മോശമായി, ആർത്രൈറ്റീസ് ഒക്കെ ആയി. അപ്പോൾ മൾട്ടിപ്പിൾ 2 ആർത്രൈറ്റീസ് ഒക്കെ ആയി. അപ്പോൾ ഫുൾ പെയിനും സ്വെല്ലിങ്ങും ഒക്കെ ആയി. ജോലിക്കൊന്നും പോകാൻ പറ്റാതെയായി. അപ്പൊ തന്നെ ഞാൻ ഫുള്ള് ഡിപ്രഷൻ അടിച്ചായിരുന്നു. പിന്നീട് ഒരു 2017 മുതൽ ഞാൻ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുവാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെയൊക്കെ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഒന്നും അങ്ങനെ അധികം ചെയ്യാനൊന്നും പറ്റത്തില്ല. സാറിന്റെ കോഴ്സിന് തൊട്ട് മുമ്പ് ഞാൻ ചേരുന്നതിന് തൊട്ട് മുമ്പ് 2 ദിവസം മുമ്പ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നതായിരുന്നു. അന്ന് ICUലായിരുന്നു. സീഷർ വന്നിട്ട് ഒരാഴ്ച കൂടുതൽ ICUലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ എല്ലാ കാര്യവും റെസ്ട്രിക്ട് ചെയ്തായിരുന്നു. അതായത് ഞാൻ PSC കോച്ചിങ് നോക്കുന്നുണ്ടായിരുന്നു. PSC പഠിക്കാൻ പാടില്ല, ബുക്ക് വായിക്കാൻ പാടില്ല, ബ്രെയിനിന് സ്ട്രെയിൻ കൊടുക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് റെസ്ട്രിക്ട് ചെയ്തു. അതോടെ ഞാൻ വീണ്ടും നല്ല ഡിപ്രഷനായി. അപ്പോഴാണ് സാറിന്റെ ക്ലാസ്സിനെ കാണുന്നത്. അപ്പൊ അതെനിക്ക് വളരെ ഒരു എന്താ പറയാ, ജീവിതത്തിൽ വലിയൊരു വാതിൽ തുറന്ന് തരുന്നവരെ ഒരു പോസിറ്റീവായിരുന്നു എനിക്കത്. അത് കിട്ടിയപ്പോഴേ എന്തോ നമുക്ക് നഷ്ടപ്പെട്ട എന്തോ ഒന്ന് കഴിഞ്ഞ് കിട്ടിയതുപോലെ തോന്നിയായിരുന്നു. ഞാനാണ് പക്ഷേ സാറിന്റെ അടുത്ത് ആദ്യമേ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഇത് സത്യമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് സംസാരിച്ചത്. അതിപ്പോഴും എനിക്ക് നല്ല ഗിൽറ്റായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതാണ് ഇത്രയും വൈകാനും കാരണം, ഈ 1-to-1 മീറ്റിംഗ്. ഇപ്പൊ എന്താന്ന് വെച്ചാ ഒരുപാട് മെഡിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം എനിക്ക് ഇനിയിപ്പോ പോസിറ്റീവായി ഇരിക്കാനും എങ്ങനെയെങ്കിലും എണീറ്റ് നിന്ന് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കാര്യം നോക്കാൻ പറ്റുന്നത് മെയിൻ കാരണം ഈ ആർട്ടാണ് സത്യം പറഞ്ഞ എനിക്കൊരു എന്താ പറയാ, ഒരു ഹോപ്പ് അല്ലെങ്കിൽ ബാക്ക് ബോൺ എന്ന് പറയാം. അതുള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്രയെങ്കിലും എണീറ്റ് നടക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്താ പറയാ, കിടന്നു പോകേണ്ട ഒരു പേഷ്യൻ്റ് ആണ്. യെസ്, ഒരുപാട് സന്തോഷം. ഇത് വീഡിയോ കാണുന്നവർക്ക് അറിയാനായിട്ട് ഒരു കാര്യം ഉണ്ടാവും. ചിലപ്പോൾ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞില്ല, ICUന്ന് വന്ന് ഏകദേശം 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു.
ഒരിക്കലും നമുക്ക് ആരോഗ്യപ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റാത്തൊരു കാര്യം, ഐ മീൻ മാറ്റി വെക്കാൻ പറ്റാത്തൊരു കാര്യം. ശരിക്കും അതിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, അത് മാറ്റിയെടുക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ആ ഒരു ടൈമിൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നപ്പോഴും ഐസിന് നേരെ വന്ന് ഒരു ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിനു ശേഷം എന്തൊക്കെ ആക്ഷൻസ് എടുത്തു, എങ്ങനെയാണ് ഇത് പഠിച്ചു തുടങ്ങിയത് എന്നൊക്കെ എനിക്കറിയാൻ താല്പര്യമുണ്ട്. പഠിച്ചു തുടങ്ങിയത് ആദ്യമൊക്കെ ഭയങ്കര, സാറിന് അറിയാലോ, ഭയങ്കര ആൻഷ്യസ് ആയിരുന്നു ഞാൻ. സാറിന് സമാധാനം തരാതെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ഇത് ചെയ്തായിരുന്നു. പിന്നെ ക്ലാസ്സിന്റെ ആക്സസ് എല്ലാം കിട്ടിയതിനു ശേഷം ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. ക്ലാസ് എല്ലാം കാണുന്നതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷെ എനിക്കൊന്നും വരയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു, കാരണം എനിക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എനിക്ക് സീഷർ വന്നപ്പോ തന്നെ ഒരു സൈഡ് ചെറുതായിട്ട് പറയാ ഡൗൺ ആയി പോയായിരുന്നു, ചെറിയ പാരലൈസിങ് പോലെ. മൗത്തൊക്കെ ചെറുതായിട്ടൊന്ന് ഡിസ്ലൊക്കേറ്റഡ് ഒക്കെ ആയി, കൈയൊക്കെ ചെറുതായിട്ടൊന്ന് ഇതായി. അപ്പൊ എനിക്കിങ്ങനെ കൈ പിടിച്ച് വരയ്ക്കാൻ കുറച്ച് ഭയങ്കര ഒരു ഇതായിരുന്നു, കോൺസെൻട്രേറ്റ് ചെയ്യാനും ഇതേപോലെ വരയ്ക്കാനും. പക്ഷെ സാറിന്റെ ക്ലാസ് ഓരോ ദിവസം കണ്ട് അത് ആ പോസിറ്റീവിന്റെ ആ ഇത് കിട്ടി, എനിക്ക് പെൻസിൽ നേരെ പിടിക്കാനും അതുവഴി എനിക്ക് വരയ്ക്കാനും ഇപ്പൊ ഇതുവരെ എത്താനും എനിക്ക് കഴിഞ്ഞു. ഇത് അത് വലിയ മാത്രമല്ല, ലേറ്റസ്റ്റ് ആയിട്ട് സന്തോഷമാണ്. നമ്മളൊരു മാസ്റ്റർ പീസും കൂടി കംപ്ലീറ്റ് ആക്കി അല്ലേ? അതെ, അതൊന്ന് കാണിച്ചു, ലാസ്റ്റ് സ്ക്രീനിൽ കയ്യിലുണ്ടോ? ഉണ്ട്. ആദ്യത്തേത് അത്ര ശരിയായില്ല, ഇത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുണ്ട്. യെസ്, ഗുഡ് ഗുഡ്. എന്തൊക്കെ ടൂൾസ് യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ? ചാർക്കോൾ പൗഡർ യൂസ് ചെയ്തിട്ടുണ്ടോ? ചാർക്കോൾ, അതെ, ചാർക്കോൾ പെൻസിലും പിന്നെ ഇതില് എന്താ രോമങ്ങൾക്ക് മഷിയില്ലാത്ത പേനയുടെ അതാണ് എടുത്തത്. ഗുഡ്. ഒന്ന് ക്ലോസ് ആയിട്ട് ഒന്ന് കാണിച്ചു. യെസ്, ഗുഡ്, ഗ്രേറ്റ്. എന്ത് ഫീൽ ചെയ്യുന്നു താങ്ക് യു സാർ. ആ ഒരു ഹോസ്പിറ്റലൈസ് ആയിരുന്ന ടൈമിൽ നിന്നും കോഴ്സിലോട്ട് ജോയിൻ ചെയ്തു, അതിനുശേഷം ഈ ഒരു മാസ്റ്റർ പീസ് ആർട്ട് വർക്കിൽ എത്തി നിൽക്കുന്ന മൊമെന്റിൽ എന്ത് ഫീൽ ചെയ്യുന്നു? എന്താ പറയാ, എന്തെന്നില്ലാത്ത ഒരു സന്തോഷമുണ്ട്. കാരണം എന്റെ മുന്നിൽ എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. എനിക്കിനി ഒരു ലൈഫ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അങ്ങനെയുള്ള ഒരു ലൈഫിൽ നിന്ന് എനിക്ക് ഇത്രയെങ്കിലും മുന്നോട്ട് പോസിറ്റീവായി എത്താൻ പറ്റിയതെന്ന് ആർട്ട് ക്ലാസ് കൊണ്ടാണ്. ഞാൻ എന്താ പറയാ, ഞാൻ പറയുന്നത് വെറുതെ അല്ല, സാറിന് കാണാൻ പറ്റുമെന്ന് അറിയില്ല, എന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. മനസ്സിലാവുന്നുണ്ട്. അതുപോലെ ഞാൻ 24 hours പെയിൻ ആണ്. അതേപോലെ ഇടയ്ക്ക് ഈ മാരത്തോൺ തുടങ്ങിയ സമയത്ത് ആദ്യത്തെ ആഴ്ച ഞാൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ അവിടെ അഡ്മിറ്റ് ആയിരുന്നു, 24 hours മോർഫിൻ എടുക്കാൻ വേണ്ടിയിട്ട്, ഇഞ്ചക്ഷൻ ആയിട്ട്. അവിടെ ചെന്നിട്ടാണ് ഞാൻ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാരത്തോൺ ആദ്യത്തെ വീക്ക് ചെയ്തത്. അപ്പോഴും എനിക്ക് ഈ പെയിൻ എല്ലാം എന്താ പറയാ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിയത് ഈ ആർട്ട് കൊണ്ടാണ്. അപ്പോഴും ആ ഇഞ്ചക്ഷന്റെ ഇത് വച്ചിട്ടും എനിക്ക് വരയ്ക്കാൻ പറ്റിയത് ഈ ആർട്ടിന്റെ ഒരു ബലത്തിലാണ്. ഇതും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ. ഈ ഒരു അവസ്ഥയിലും ആർട്ടിൽ ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മുടെ ക്ലാസ്സിൽ എന്ത് എലമെന്റ്സ് ഹെൽപ്പ് ചെയ്ത്? നമുക്ക് വീക്കിലി മീറ്റിംഗ് ഉണ്ട്, റെക്കോർഡ് കോഴ്സ് ഉണ്ട്, മാരത്തോൺ ഉണ്ട്, ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത എലമെന്റ് എന്തായിരുന്നു? വീക്കിലി മീറ്റിംഗ് ആണ്. അതാണ് കുറച്ച് ഡൗൺ ആയി പോയാലും വീക്കിലി മീറ്റിംഗിൽ വന്ന് എല്ലാരും ഡൗട്ട്സ് ചോദിക്കുന്നതും, ചിലപ്പോൾ ഞാൻ ചോദിക്കാതിരുന്ന ഡൗട്ട്സ് ആയിരിക്കും വേറെ ആൾ ചോദിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവാറുണ്ട്. പിന്നെ കുറച്ച് ഡൗൺ ആയിരിക്കുമ്പോൾ വീക്കിലി മീറ്റിംഗിൽ ഞാൻ മാക്സിമം അറ്റൻഡ് ചെയ്യാനേ നോക്കുള്ളൂ. കാരണം അത്രയും എനിക്ക് എന്റെ പേഴ്സണലി ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടാണ് തോന്നുന്നത്. എന്റെ സൈക്കാട്രി ഡോക്ടറും നന്നായിട്ട് അതിശയിച്ചിട്ടുണ്ട്, എന്ത് പറ്റി ഇത്രയും ഇതായി വന്നിട്ടുണ്ട് തോന്നിട്ട്. കാരണം ഡിപ്രഷൻ ഒരു ലിസ്റ്റ് ഓഫ് മെഡിസിൻ എടുക്കുന്നുണ്ട്. അപ്പൊ കുറച്ചെങ്കിലും ഒക്കെ ഒരു മാറ്റമായിട്ട് വന്നത് ഇപ്പൊ അടുത്തിടെ കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആയി വന്നു. അപ്പൊ അതിനുള്ള കാര്യം ഡോക്ടർ ചോദിച്ചായിരുന്നു എന്താണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഡ്രോയിങ് ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, വരയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ വരയ്ക്കാൻ പറ്റുന്നു. അപ്പൊ അത് തന്നെ വലിയ ഗ്രേറ്റ് ആണ്, ഇങ്ങനെ ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് വലിയൊരു ഗ്രേറ്റ് ആണ്. അപ്പൊ ശരിക്കും എന്നെ കൊണ്ട് ഇത് പറ്റാൻ കാരണം സാറിന്റെ ക്ലാസ്സും ആ പോസിറ്റീവ് എനർജിയും കാരണം കൊണ്ടാണ് ഞാൻ സത്യമായിട്ട് ഇതുവരെയായിട്ടും എണീറ്റിരിക്കുന്നത്. അത് സത്യമായ കാര്യമാണ്. എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് നോക്കാൻ കഴിയുന്നതും വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങൾ ഒരുപാട് ചെയ്യാൻ കഴിയില്ലെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നതും ഇതുപോലെ എണീറ്റ് കിടക്കുന്നതും ഈ ഒരു ആർട്ടിന്റെ വെളിച്ചിലാണ്. സാറിന്റെ ക്ലാസ്സും പോസിറ്റീവ്നെസ്സും എല്ലാം. കാരണം അതൊരു എനർജിയാണ്. നമുക്ക് എന്താ പറയാ, മെന്റലി നമുക്ക് വിൽ പവർ കിട്ടത്തില്ല, അതേപോലെയാണ് എനിക്ക് മെഡിസിൻ പോലെയാണ്. വലിയൊരു
യാത്രയുടെ ഒരു പാർട്ടാണ് കുറച്ച് സമയത്തിന്റെ അകം നമ്മളായിട്ട് ഷെയർ ചെയ്ത്. വീഡിയോ കാണുന്നവർക്ക് ഒരുപാട് പേര് എനിക്കറിയാം. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ ഒരുപാട് പേര് ഇതുപോലെ ഹെൽത്ത് ഇഷ്യൂസിലൂടെ കടന്നു പോകുന്നുണ്ട്. പുറത്തും വീഡിയോ കാണുന്നവരാണെങ്കിലും ഹെൽത്ത് ഇഷ്യൂസിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? ആർട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഹെൽത്ത് ഇഷ്യൂസ് എന്തായാലും നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാൽ കൂടി ആർട്ടിലൂടെ അത് മാറ്റാൻ പറ്റുമോ? ആ രീതിയിലുള്ള എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? അവർക്ക് ആർട്ടാണ് പാഷൻ എങ്കിൽ അതിന്റെ പുറകെ പോകാനേ പറയൂ. തീർച്ചയായിട്ടും അതൊരു മെഡിസിൻ ആയിട്ട് വർക്ക് ചെയ്യും. നമ്മൾ പോലും അറിയാതെ ഒരു മാജിക് അവിടെ സംഭവിക്കും. തീർച്ചയായിട്ടും അത് എന്താ പറയാ, അതിന്റെ പുറകിലൊരു മാജിക് തന്നെ ഉണ്ട്. ഒരു ആർട്ട് തന്നെ മാജിക് തന്നെയാണ്. നമുക്ക് ഒരുപാട് നല്ല ചിത്രം വരയ്ക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് മനസ്സിലൊരു പോസിറ്റീവ് ഉണ്ടാവും. നമുക്ക് താനേ ഒരു മാജിക് സംഭവിക്കുന്ന പോലെ തോന്നും. ഞാൻ ആർട്ട് വർക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം വരച്ചിരുന്നത് ഹോസ്പിറ്റലിൽ ആയ സമയത്താണോ വരച്ചിരുന്നൊക്കെ? അല്ല, ഇത് ഈ ഇപ്പോഴത്തെ മാരത്തോണിന്റെ ആദ്യത്തെ പ്രാവശ്യത്തിലാണ്. ഈ ലാസ്റ്റത്തെ നമ്മൾ ഇപ്പൊ നടക്കുന്ന മാരത്തോണിന്റെ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്ന ഞാൻ സ്ഥിരമായിട്ട് വരയ്ക്കുന്ന ആളൊന്നും അല്ലായിരുന്നു. കുഞ്ഞിലെ എപ്പോഴൊക്കെ വരച്ചിട്ടുണ്ട്, കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ വരയ്ക്കുന്ന ആളല്ല. അപ്പൊ എപ്പോഴെങ്കിലുമൊക്കെ സ്ട്രെസ് തോന്നുമ്പോ ചുമ്മാ ബുക്കിലൊക്കെ കുത്തി വരയ്ക്കും എന്നല്ലാതെ ഇങ്ങനെ വരയ്ക്കാറൊന്നുമില്ല. ഇത് വന്നതിന് ശേഷമാണ് ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങിയത്. മാരത്തോണും കൃത്യമായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടല്ലേ എല്ലാ ചിത്രങ്ങളും? അതെ, 2 മാരത്തോൺ. ഇതൊക്കെയാണ് വന്ന സമയത്ത് വരച്ച ചിത്രങ്ങളല്ലേ? വരച്ചത് ഇതാണ് കുഞ്ഞുങ്ങളെ രണ്ടുപേരും. ഗുഡ്, നന്നായിട്ടുണ്ട്. ഷെയ്ഡിങ് ഒക്കെ കുറച്ചും കൂടി മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ഇനി എന്താ ഗോളുള്ള ആർട്ടിൽ അച്ചീവ് ചെയ്യാൻ പ്ലാൻ ഇട്ട് വെച്ചിരിക്കുന്ന? ആർട്ട് സ്കൂൾ തുടങ്ങണമെന്നുണ്ട് വീട്ടിൽ തന്നെ. ഇപ്പോഴും അതിന് പറ്റിയ സാഹചര്യമല്ല. ഒരു ചെറിയ സ്കൂൾ പോലെ വീട്ടിൽ തന്നെ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാനിപ്പോ സെലക്ട് ചെയ്തത് നമ്മുടെ മാരത്തോണിൽ സെലക്ട് ചെയ്ത ഫോട്ടോ നല്ല സിമ്പിൾ ആയി പോയി എന്ന് തോന്നി. അപ്പൊ ഒന്ന് മാറ്റണമെന്നുണ്ട്. സാറിനോട് ചോദിച്ചിട്ട് ഞാൻ സെലക്ട് ചെയ്തത് ഒരു കുഞ്ഞ് ഇലയുടേത് മാത്രമായിരുന്നു. കാരണം ഞാൻ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു കോംപ്ലക്സ് ആയിട്ട് എടുത്ത് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇല മാത്രം എടുത്തു. അത് പെൻസിൽ ഡ്രോയിങ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെ ആക്കി ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇപ്പൊ വീട്ടിൽ വന്നപ്പോ വിചാരിക്കുന്നു എന്റെ കോപ്പിനെ എടുത്തായിരുന്നു. പക്ഷെ വളരെ സിമ്പിൾ ആയി പോയി എന്ന് തോന്നി. അപ്പൊ ഒന്ന് കളർ പെൻസിലോട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കളർ പെൻസിലോട്ട് പക്ഷെ ഇത് കറക്റ്റ് അറിയില്ല. ഞാൻ ചെയ്താൽ ശരിയാവുമെന്നും അറിയില്ല. ഈ ഒരു ചിത്രം ഞാൻ സാറ് പറഞ്ഞതുപോലെ എടുത്തു വെച്ചായിരുന്നു A4 സൈസിന്റെ കളർ പെൻസിലിൽ ചെയ്യാൻ വേണ്ടി. അതിന്റെ ഔട്ട്ലൈനും ഞാൻ എടുത്തു വെച്ചായിരുന്നു ആപ്പില് വെബ്സൈറ്റിൽ ചെയ്തിട്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യാന്ന് വിചാരിക്കുന്നു. പക്ഷെ എന്താണെന്ന് അറിയില്ല. രണ്ട് പിക്ചറും നല്ലതാ. മറ്റേത് ലീഫിന്റെ എളുപ്പമല്ല. ലീഫിന്റെ അടുത്ത് കുറെ ഡീറ്റെയിൽസ് ഉണ്ട്, ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട്. രണ്ടും ഒരേപോലത്തെ സബ്ജക്റ്റ് ആണ്. അപ്പൊ അതിൽ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തോ. ഈ ലീഫിന്റെ ആണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടി ഭംഗി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കും. മറ്റേ താമരയുടെ ആണെങ്കിൽ നല്ലത് കളർ ആയിരിക്കും. ചെറുതായിട്ട് കളറിങ് നോക്കിയിട്ടുണ്ട്. ഈ മരങ്ങളുടേതും കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോന്ന് അറിയില്ല. ഈ മരത്തിൻ്റെതും പിന്നെ വീടൊന്നും ശരിയായില്ല. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇത് ശരിയായില്ല, എന്നാലും വെറുതായ ട്രൈ ചെയ്ത് നോക്കിയതാണ്. എന്ത് പെയിന്റ് യൂസ് ചെയ്യുന്നത്? എന്ത് കളറാ? ഇത് വാട്ടർ കളറാണ്. ഇതും അത് ആ കണ്ടതാണ്. അതിലൊരു ഒരു ചിത്രം കളർ പെൻസിൽ ഉണ്ടായിരുന്നല്ലോ. അതെ, അത് ഇതും ഞാൻ വരയ്ക്കാൻ റെഫറൻസിന് എടുക്കാൻ വേണ്ടിയിരുന്നതാണ്. പക്ഷെ എനിക്ക് അതിന്റെ എന്താ പറയാ തൂവലുകളുടെ ലെയേഴ്സ് സെയിം കളറിലെ ലെയേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അതെനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു കോൺഫിഡൻസ് കുറവായതുകൊണ്ട് എടുക്കാതിരുന്നത്. കളർ പെൻസിൽ ചെയ്തോ? കളർ പെൻസിൽ കുറച്ച് നല്ല ടാലന്റ് കാണുന്നുണ്ട്. കളർ പെൻസിൽ ചെയ്തോ, മാസ്റ്റർ പീസ് ബെറ്റർ ആയിരിക്കും. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇതാണ് ഞാൻ ചെയ്ത പെൻസിൽ. നന്നായിട്ട്. താങ്ക് യു സർ.
യെസ്. പിന്നെന്താ, അച്ചീവ്മെന്റ് ഒക്കെ എടുത്ത് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നല്ല ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഹസ്ബൻഡും മക്കളൊക്കെ എന്താ പറയാറുള്ളത്? അവരെങ്ങനെ ഇതിന് നോക്കി കാണുന്നു? ഹസ്ബൻഡിന് ഭയങ്കര സന്തോഷമാണ്. ഞാനിതില് എന്താ പറയാ, പാടം വരയ്ക്കുമ്പോഴൊക്കെ നന്നായിട്ട് പോസിറ്റീവായിട്ട് എണീറ്റിരിക്കുന്നതും ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ചില ദിവസങ്ങളിൽ ഞാൻ നന്ന പെയിനൊക്കെ കൊണ്ട് ഡള്ളായിരിക്കും. അപ്പൊ ഹസ്ബൻഡിനെ മോട്ടിവേറ്റ് ചെയ്യും, ഇന്ന് വരയ്ക്കുന്നില്ലേ, വരയ്ക്കുക, എന്തെങ്കിലും വരയ്ക്കുന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യും. ഭയങ്കര ഇഷ്ടമാണ് ഹസ്ബൻഡിനും വരയ്ക്കുന്നത്. അതേ നല്ല സപ്പോർട്ടാണ്. പിന്നെ മക്കളും ഞാൻ വരയ്ക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ പെൻസിൽ എടുക്കുമ്പോൾ അവരും ബുക്കും പെൻസിലും ആയിട്ട് വരും വരയ്ക്കാൻ വേണ്ടി. അവർക്കും ഇപ്പം ഡ്രോയിങ് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് സന്തോഷം. ഓക്കെ, ഓക്കെ, താങ്ക് യു സോ പോയിന്റ് മച്ച്. അപ്പ് ചെയ്യാണ്. അപ്പൊ എന്തായാലും കണ്ടിന്യൂ ചെയ്യാൻ, നല്ല ചിത്രങ്ങൾ വരയ്ക്കുക, കണക്റ്റഡ് ആയിട്ടിരിക്കുക. ബൈ. താങ്ക് യു സർ.